സ്ഥലം ആ കടലിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഏറിയ അപ്പം ഇവിടെ നല്ല കുന്നാണ്, അതുകൊണ്ട് നല്ല കാറ്റുണ്ട്. മരങ്ങളെല്ലാം ഇങ്ങനെ ഇപ്പം നട്ടപ്പോൾ ഉച്ചയാണ്, എല്ലാം ഇങ്ങനെ അനങ്ങുന്നുണ്ട്. ആ കടലിൽ നല്ല കാറ്റാണത്. ഞാൻ നിങ്ങളെ ഒരു കാര്യം കാണിക്കാനാണ്. ഇവിടെ ഈ ഗവൺമെൻറ് തന്നെ ചില കാര്യങ്ങൾ പബ്ലിക്കിന് വേണ്ടിയിട്ട് അവർക്ക് നന്മ വരണം എന്ന് വിചാരിച്ച് ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അവർ ജീവിതം സന്തോഷിക്കണം, അവർക്ക് കൺവീനിയൻസ് ഉണ്ടാക്കി കൊടുക്കണം. നമ്മുടെ നാട്ടിലാണെങ്കിൽ അത് നേരെ തിരിച്ചാണ്. പാലം പണിയാനുള്ള പൈസ പോലും ഗവൺമെൻറ് ഇറക്കി കഴിഞ്ഞാൽ അത് രണ്ടാം ദിവസം വിണ്ട് കയറി മനുഷ്യന്മാർ കുഴിയിൽ വീണ് ചേർന്ന്. ഇത് നിങ്ങൾ കാണുക, വെറും പാഴ്ത്തടിയാണിത്. പോളിഷ് ചെയ്തിട്ടൊന്നും ഉള്ള തടിയല്ല. ഈ പൈൻ വൃക്ഷങ്ങൾ അങ്ങനെയുള്ളതൊക്കെ എടുത്ത് അവരത് ഇവിടെ ഇരുന്ന് നമുക്ക് ഇപ്പോൾ വാങ്ങിക്കൊണ്ട് വന്ന് എന്തായാലും ആഹാരം കൊണ്ടുവന്ന് ഇവിടെ കടൽ തീരമാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നല്ല കാറ്റുണ്ട്. നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ആഹാരം കഴിക്കണം എന്ന് പറഞ്ഞാൽ 2 പേർക്ക് വെച്ചിട്ട് 2, 4, 6, 8 പേർക്ക് ഇരിക്കത്തക്കൊണ്ട് ഒരു സംവിധാനം അവരുണ്ടാക്കിയിരിക്കുകയാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം സന്തോഷം തരുന്നതാകും. കാരണം ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ എന്ന കണക്കാണ് ഇവരിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, നല്ല നട്ടപ്ര ഉച്ചയാണ്. ആ ബെഞ്ചിൻ്റെ നടുവിൽ നേരെ താഴെയാണ്. അപ്പോൾ ഇതൊരു ടേബിൾ പോലെയാണ്. അവരൊന്നും ചെയ്തിട്ടില്ല. ഒരു സ്റ്റീൽ ഫ്രെയിം ഉണ്ടാക്കിയിട്ട് അതിനകത്തോട്ട് നമ്മുടെ വീട്ടിലെ പറമ്പൊക്കെ ഉള്ള ആൾക്കാർ അകത്തിരുന്ന് കാപ്പിടിക്കാൻ വയ്യെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. പുറത്തിരുന്ന് എന്തെങ്കിലുമൊക്കെ ഫാമിലി ഒരുമിച്ചിരുന്ന് വൈകുന്നേരം ആഹാരം കഴിക്കുകയോ സംസാരിക്കുകയോ ഇരുന്ന് സൊറ പറയുന്നതൊക്കെ വളരെ നല്ലതാണ്. കുടുംബത്തിൻ്റെ കെട്ടുറപ്പിന് അത് വളരെ നല്ലതാണെന്നാണ് എൻ്റെ ഒരു കൗൺസിലിംഗ് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഒരു അഭിപ്രായം. ഇവിടെ ഒരെണ്ണം കിടക്കുന്നുണ്ട്, അവിടെ ഒരെണ്ണമുണ്ട്, 3 ഇവിടെയുണ്ട് ഇങ്ങനത്തെ സാധനങ്ങൾ. അതാ വേറെ ഒരെണ്ണം ആ മരത്തിൻ്റെ അപ്പുറത്തേ ഉണ്ട്. ഇത് 1, 2, 3 ലൈനിൽ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. ഇവിടെയുണ്ട്, പിന്നെ അതാ അവിടെയുണ്ട്. അപ്പം മൊത്തം 2, 3, 5 എണ്ണമുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ സെയിൻറ്റ് മിക്കാലിൻ്റെ ഇവിടെ ഒരു ടൂറിസ്റ്റ് ഏരിയയും കൂടിയാണ്. ഇന്ന് രാവിലത്തെ മാസുകൾ ഉണ്ടായിരുന്നത്. ഞാൻ എല്ലാ മാസിലും ഇന്നലെ ഞാൻ 6 മാസം കണ്ടത് കഴിഞ്ഞ് വൈകുന്നേരം ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു, അതും കൂടെ കണ്ടു. അങ്ങനെ 7 മാസം ഞാൻ തികച്ചു. പോളണ്ടിൽ ഒരിക്കൽ ഞാൻ പോയപ്പോഴാണ്, വർഷങ്ങൾക്ക് മുൻപ്. ഇരുന്ന ഇരിപ്പിൽ ആദ്യം 5 മാസം കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവസാനം 2 കൂടെ കണ്ടു. അങ്ങനെ 7 മാസം കണ്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒന്നിന് പുറകെ ഒന്നായിട്ട് നമ്മളിങ്ങനെ മാസ് കാണുമ്പോൾ നമുക്ക് വലിയൊരു സന്തോഷമാണത്. നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല. എനിക്ക് മാസമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി. മാസമാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തരുന്നതും. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നുണ്ട്, മാസമാണ് പ്രാർത്ഥനകളിൽ വെച്ച് ഏറ്റവും വലിയ പ്രാർത്ഥന മാസമാണ്. അപ്പം നമുക്ക് അത് കാണുകയാണെങ്കിൽ എൻ്റെ വിചാരം വെച്ച് നോക്കുമ്പം തീർച്ചയായിട്ടും വലിയൊരു അനുഗ്രഹമായിരിക്കും. അങ്ങനെ ഞാൻ മാസ് കാണാറുണ്ട്. അപ്പോൾ ഇന്നലെ ദൈവം അത് എനിക്ക് വീണ്ടും ഒരവസരം കൂടെ തന്നു. ഞാൻ ഒത്തിരിയധികം എൻജോയ് ചെയ്തു. ഇവിടുത്തെ പ്രത്യേകത നിങ്ങൾ നോക്കുക. ഇന്നലെ വൈകുന്നേരങ്ങളിലൊക്കെ ആൾക്കാർ, ഇപ്പോൾ സമ്മറാണ്, സ്കൂൾ പൂട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് കുട്ടികളൊക്കെ ഇവിടെ വന്നിരിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്ത് കാണും. പക്ഷേ സ്ഥലങ്ങളിൽ ഇതാ ഇങ്ങനെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. കച്ചട ഇടാനുള്ളതാണ്. ഇതിൻ്റെ നമ്മളാണെങ്കിൽ അതിനകത്തിടത്തില്ല. നമ്മളെ പുറത്ത് വശം എവിടെയെങ്കിലും 1/2 കിലോമീറ്റർ 6 വരെ ഏറും കൂടെ എറിയും. ഇതങ്ങനെയല്ല, അവരതിനകത്ത് കൊണ്ടുപോകും. കുട്ടികൾ എന്നിട്ട് പ്ലാസ്റ്റിക് ഇട്ടിട്ടാണ്, പ്ലാസ്റ്റിക്കോടെ എടുത്ത് കൊണ്ടുപോകും. എന്നിട്ട് അവരത് കുപ്പികളാണെങ്കിൽ അതിനകത്ത് ഇടാം. അങ്ങനെ. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ക്ലെൻലിനെസ് ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് ചെറിയ കുട്ടികൾ, ഇപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, ചെറിയ ബേബീസ്, ഇപ്പോൾ 2 വയസ്സ് 3 വയസ്സ് അതിന് താഴെയുള്ളതൊക്കെ കൊണ്ടുവന്ന് ചോക്ലേറ്റിൻ്റെ കവർ കൊണ്ടുവന്ന് ഇതിനകത്തുണ്ട്. കാറ്റ് ചിലപ്പോൾ പറത്തിക്കൊണ്ട് പോകും. അപ്പോൾ അപ്പനും അമ്മയും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അത് പറന്നു പോയി മുകളിലെടുത്ത് കൊണ്ടുവന്നിടുക, അല്ലെങ്കിൽ അതിനകത്ത് ഇടണമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. നമ്മുടെ അവിടെ അതിനൊന്നും ഇതിപ്പോൾ ഇത്രയും സ്ഥലം കൂടെ ഞാൻ നടന്നു. നിങ്ങൾ എവിടെയെങ്കിലും ഒരു വേസ്റ്റായിട്ടൊരു 1, 2 എവിടെയെങ്കിലുമൊക്കെ അങ്ങനെ കണ്ടെങ്കിലേ ഉള്ളൂ. അല്ലേ നമ്മുടെ അവിടെ എങ്ങനെയാണ്, ഗവൺമെൻറ്റിൻ്റെ സ്ഥലമാണ്, വേസ്റ്റ് ഇടാനുള്ള സ്ഥലമാണ് ഇതെന്നുള്ള ധാരണയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇതങ്ങനല്ല. ഇവിടെ എല്ലാവരും മൂക്ക് തുടയ്ക്കാനും കൈ തുടയ്ക്കാനും എല്ലാം ടിഷ്യൂ പേപ്പറാണ് ഉപയോഗിക്കുന്നത്. ടിഷ്യൂ പേപ്പർ ഒരെണ്ണം പോലും ഈ റോഡിൽ മുഴുവൻ ഇങ്ങനെ നടക്കുന്നില്ല, മനസ്സിലായോ? പറന്ന് നടക്കുന്നില്ലെന്നാണ് പറയുന്നത് ഉദ്ദേശം. അതേ കടലിൻ്റെ വേറൊരു ഭാഗം അവിടെ കാണാം, നീല. ഇവിടെ മെഡിറ്ററേനിയൻ സീ ആണിത്. അപ്പം അടുത്തുള്ളവർക്കറിയാം, ഈ യൂറോപ്പിൽ മുഴുവനും ആഡ്രിയാറ്റിക് സീ അല്ലെങ്കിൽ മെഡിറ്ററേനിയൻ സീ ആണ്. ഇത് മെഡിറ്ററേനിയൻ ആണ്.
അപ്പോൾ അവിടെ അതിൻ്റെ ഒരു കടലിൻ്റെ പ്രത്യേകത ഭയങ്കര ബ്ലൂ കളറുള്ളതാണ്. സീ കാണാനും നല്ല രസമാണ്. ടൂറിസ്റ്റുകളെല്ലാം ഇനി അങ്ങോട്ടാണ് പോകുന്നത്. അവർ ഫോട്ടോ കാണുന്നത്. ചൂടാണ്. ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ ചൂട് ഒരു ലേശം പോലും പറ്റില്ലല്ലോ. അങ്ങനെ പ്രൈസിലോടുന്ന് അല്ലേ. ഇതൊക്കെ കാണാൻ പാവപ്പെട്ട MC ഇതാണല്ലോ പുതിയ കാർ. ഇപ്പം എല്ലാവരും ഇതാണ് കൊണ്ടുനടക്കുന്നത്. കോടികൾക്കടുത്ത് വില വരുന്ന കാറുകളാണുള്ളത്. അതിനൊരു ഭാഗത്ത് മനുഷ്യന്മാർ തിന്നാനില്ലാണ്ട് അവിടെ കിടന്ന് കളിക്കുന്നു. ഇതാണ് പ്രതിഭാസം, വിരോധാഭാസം എന്നൊക്കെയാണല്ലോ പറയുന്നത്. വിരോധാഭാസ പ്രതിഭാസമായിരിക്കും. നോക്കിയാൽ ഒരു വീടുകളുടെ സൈസ് നോക്കിയാൽ ചെറിയതാണ് കണ്ട. ഇവിടെ പിന്നെ മലയായതുകൊണ്ട് മഞ്ഞ് വീഴുന്ന സ്ഥലം കൂടിയാണ്. ഈ ഓടുകൾ ഇങ്ങനെ ഇട്ടില്ലെങ്കിൽ സംഭവിക്കുന്നത് മഞ്ഞ് മേളിൽ തങ്ങി നിന്നിട്ട് അത് ഭാരം താങ്ങാനാവാണ്ട് വീടുകൾ പോകും. അതാ കടലാണ് അപ്പുറത്ത് കാണുന്നത്. ഇവർക്ക് നല്ല കാറ്റായിരിക്കും എല്ലാ സമയത്തും. പക്ഷേ തണുപ്പ് കാലത്ത് അതുപോലെ തണുപ്പായിരിക്കും. ഇനി നിങ്ങളെ ഇതൊന്നും കാണിച്ചില്ലെന്ന് വേണ്ട. അവിടെ അങ്ങേയറ്റത്ത് മനോഹരമായിട്ടുള്ള കുറേ കെട്ടിടങ്ങൾ കാണുന്നുണ്ട്. അത് ഇവിടുത്തെ ഹോട്ടലുകളാണ്. അതങ്ങ് കണ്ടല്ലോ. അപ്പോൾ അവിടെ കടൽ തീരത്തുള്ള ഹോട്ടലുകളായിട്ട് അവർക്ക് ബെൽ വെതേറ എന്ന് പറയും. കാഴ്ച കാണുന്ന സ്ഥലം എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ അത് നമ്മുടെ പൂച്ചക്കുട്ടി അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇവരിങ്ങനെ വന്ന് വല്ലതും കഴിക്കുന്നതൊക്കെ പാവത്തിന് കൊടുക്കുന്നുണ്ടാവും. അത്രേ ഉള്ളൂ. ചക്കര ബാ നീ ആവുന്നു വാടാ. നിന്നെ ഒന്ന് തലോടിത്തരാം കേട്ടോ. നിന്നെ സ്നേഹിക്കും. കച്ചല്ലേ? നല്ല കുട്ടിയാണേ. ഇനി ഒരു കടയും കൂടെ തന്ന് ഈടെ പൂച്ച കടിച്ചിട്ട് 2-3 പേര് ആശുപത്രി പോയതൊക്കെ നമുക്കറിയാം. കടിച്ചല്ലേ? മതിയാ? ഇനി അവന് പുറം കൂടെ തിരുമ്പണം എന്നാണ് പറയുന്നത്. ആയിക്കോട്ടെ. മതിയോ? മതിയോ? പാവത്തിന് ഇച്ചിരി പേടി ഉണ്ടാവുമല്ലോ. ഇനി നാളെ വരാട്ടാ. അവിടെ ഇരുന്ന് ഒന്നുമില്ല കയ്യിലെല്ലാവരും കൊടുക്കാൻ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഭാഗം ഇനി ഇങ്ങോട്ടേക്ക് വരില്ല. അപ്പം മനസ്സിൻ്റെ അകത്ത് പ്രിയമക്കളെ എനിക്കൊരു നല്ലൊരു ഉദ്ദേശം തോന്നുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇനി വല്ലപ്പോഴും 1 വർഷമോ 2 വർഷമോ അടുത്ത വർഷമൊക്കെ വരാമെന്ന് ഉള്ളൊരു തോന്നലാണ്. ദൈവം തീരുമാനിക്കട്ടെ അല്ലേ. ഇവിടെ ഐസ്ക്രീമിൻ്റെ എല്ലാത്തിൻ്റെയും മുൻവശത്ത്, കടകളുടെ മുൻവശത്ത് കാണിക്കുന്ന ഒരു സംഭവമുണ്ട്. നമ്മുടെ നാട്ടിൽ കാണാത്തൊരു സാധനമാണ്. ഇതേ ഒരാൾ 2 എണ്ണം ഐസ്ക്രീം മേടിച്ച് തിന്നുകൊണ്ട് പോകുന്നു. ഇതാണത്. ഇങ്ങനെ ഒരു സാധനം നാട്ടിൽ എവിടെയെങ്കിലും വെച്ചാൽ കുഞ്ഞുങ്ങൾ ആദ്യം കണ്ടുപിടിക്കും. അതിൻ്റെ അർത്ഥം അവർക്ക് ആവശ്യമുള്ളത് കിട്ടും. എന്നിട്ട് അതിൻ്റെ മേളിലൊരു ക്രീമും കൂടെ ഉണ്ട്. നല്ല കളറാണ്. സ്ട്രോബെറി, വാനില, പിസ്താച്ചിയോ, ചോക്ലേറ്റ് എല്ലാം ഉണ്ട്. ഇതെന്നേക്കാളും ഉയരമുണ്ട് ഇതിന്. കണ്ടോ? താഴെ ഇങ്ങനെ നിർത്തിയിരിക്കുക. ഇതെല്ലാം ഐസ്ക്രീമിൻ്റെ മുൻവശത്തും ഇങ്ങനെ കാണും കടകളുടെ. അപ്പോൾ അതും വിട്ട് നമുക്കിനിയും പോകാം. ഇത് എന്താണെന്ന് അറിഞ്ഞില്ല. ഒരു വീട്ടിലേക്ക് പോകാനുള്ള വഴിയായിരിക്കും. ഈ കുന്നിങ്ങനെ ഹില്ലക്കിൽ താമസിക്കുന്ന ആൾക്കാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്കൊരിക്കലും കൊളസ്ട്രോളോ ഷുഗറോ ഒന്നും ഉണ്ടാവില്ല. വളരെ ചുരുക്കമാണ്. കാരണം പള്ളിയിലോട്ട് പോകണമെങ്കിലോ കടയിൽ പോകണമെങ്കിലോ എല്ലാം അവർക്കെപ്പോഴും ഇങ്ങനെ ഈ കുന്ന് കയറി നമ്മളെപ്പോഴും താഴോട്ട് ഇറക്കുന്നത്. അത് നമ്മുടെ കാല് മനസ്സിലാക്കുന്നുണ്ട്. ഇതിങ്ങനെ ഓപ്പൺ എയർ റെസ്റ്റോറൻ്റാണ്. ഈ കുട ഇങ്ങോട്ടേക്ക് നിർത്തി വെച്ചാൽ 2 കുട വെച്ചാൽ മതി. ഇവിടെ ഇതെല്ലാം മൂടിക്കോളും. ഇത് പിന്നെ കുറേ സ്റ്റെയറുകളാണ്. ഈ ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ആണെന്നും പറഞ്ഞൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് നടക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഹല്ലേലൂയ. അതാ നമ്മുടെ സെൻറ്റ് മിക്കാൽ. ഇവിടെ ഉള്ള സെൻറ്റ് മിക്കാൽ ഇവിടെ ഉണ്ട് കേട്ടോ.
ഇങ്ങനെ പല സ്ഥലത്തും താഴോട്ട് പോയ വേറെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയപ്പോൾ അവിടെയും കണ്ടു. അത് ഒത്തിരിയും കൂടെ നല്ല പൊക്കത്തിലും നല്ലതുമായിരുന്നു. ഈ സെൻറ്റ് മിക്കാലിൻ്റെ സ്ഥലമാണിത്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇപ്പോൾ ഇത്രയും നല്ല വെയിലും ഉച്ചയായതുകൊണ്ട് ആൾക്കാരെല്ലാം വീടുകളിലായിരിക്കും. വളരെ ചുരുക്കം പേരെ പുറത്തുള്ളൂ. പ്രൈസ് യു ലോർഡ്. ഒരു കുഞ്ഞു വീട് വിൽക്കാനിട്ടിരിക്കുകയാണെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. വെൻ്റെ അതെ, അതിനകത്തോട്ടെല്ലാം ഇറങ്ങിപ്പോയിട്ട് വേറെയും വീടുകൾ. എൻ്റെ മാതാവ് എങ്ങനെ ജീവിക്കും? Glory, sing hallelujah. Glory, glory, sing hallelujah. ഇനി ഇത് അതും വേറെ കെട്ടിടങ്ങളാണ്. ഇത് ഈ പറഞ്ഞ കണക്ക് ഇങ്ങനെ ഡെയിലി 10 പ്രാവശ്യം കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കൊളസ്ട്രോൾ ഉണ്ടാവാൻ. അത് ആ കടൽ അവിടെ നിന്ന് അതിൻ്റെ ഇടയിൽ കൂടെ കാണാം. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ പൂവിനെ ഞാൻ നോക്കി വെച്ചിരിക്കുകയായിരുന്നു. നമ്മുടെ ചില മലമ്പ്രദേശങ്ങളിലൊക്കെ ഈ പൂക്കൾ ധാരാളം കണ്ടിട്ടുണ്ട്. ഇതൊരു ഇപ്പം നാട്ടിൽ ഞാനിത് കാണുന്നുണ്ട്. ഇതൊരു ലീഫാണ്, പക്ഷേ ഇതിൽ ചെറിയ പൂ ഉണ്ടായിട്ടുണ്ട്. കണ്ടോ? ലീഫാണ്, പക്ഷേ ഈ ലീഫ് കണ്ടാൽ ഇത് ഫ്ലവർ പോലെ തന്നെ ഇരിക്കും. നല്ല രസമാണ്. ഇതിൻ്റെ ഒറ്റ ഒരേതള്, ഈ ലീഫാന്ന് പറയുന്നതിൻ്റെ ഒരേതള് പറിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് ഇതുപോലെ പടർന്നു പിടിക്കും. ഞാൻ നാട്ടിൽ വെച്ച് കൊണ്ടുവന്നിരുന്നു. കുറച്ച് അത് പിടിച്ചിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട് എനിക്ക്, എൻ്റെ അമ്മേ ഇതങ്ങനെ ഇറങ്ങിപ്പോകാനാന്ന് നോക്ക്. കുത്തം കിഴക്കാൻ തൂക്കാണ്. ഇവിടെ മുഴുവനും ഈ സെൻറ്റ് മിക്കാലിൻ്റെ പ്രതിമകൾ വിറ്റിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ഇതൊരു കടയാണിത്. സെൻറ്റ് മിക്കാൽ ഇവിടുത്തതല്ല കേട്ടോ, ഈ ഷ്രൈനിലതല്ല. പല രീതിയിലും പല സൈസുകളുണ്ട്. അവിടെ ഒരെണ്ണം വലുത് നിൽക്കുന്നകത്ത്, ഇവിടെ ഒരെണ്ണം കേസിനകത്താക്കി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ മുഴുവൻ ഇങ്ങനെ ഒരു 19 കടകൾ ഈ ചുറ്റുവട്ടം ഞാൻ കണ്ടു. ഇതൊരു വീട്, അങ്ങോട്ടേക്ക് കയറണം. ഇരിക്കാനുള്ള സീറ്റാണിത്. വൈകുന്നേരങ്ങളിൽ വരാം, ഇരിക്കാൻ, കുടിക്കാനുള്ള വെള്ളം, ടാപ്പ്. പിന്നെ നടന്ന് നമ്മൾ വിശുദ്ധ മിക്കാലിൻ്റെ അടുത്ത് വന്നു. ഇതാ ഞാൻ വന്നതും കണ്ടതുമായിട്ടുള്ളതൊക്കെ ഇതൊക്കെ തന്നെയാണ്. ഇതിനി അങ്ങോട്ടൊരു കയറ്റം. ഈശോമിശിഹായ അതാ അങ്ങ് വരെ സ്റ്റെപ്പുണ്ട്. ബ്രെഡാണ്, കനലിലുണ്ടാക്കിയ ബ്രെഡാണെന്നും പറഞ്ഞാൽ വെച്ചിരിക്കുന്നത്. അതെടുത്ത് ഗാസയിൽ കൊണ്ടിട്ട ബോംബ് പോലെയാണ് അതിൻ്റെ സംഭവം. അത്രയ്ക്ക് കട്ടിയാണ്. ക്രൈസ്തലോ. ഇനി 2:30 ആകുമ്പം മാത്രമേ അരളിക്ക എഴുന്നള്ളിച്ച് വെക്കാൻ വരുള്ളൂ. അതുകൊണ്ട് അതുവരെ എനിക്ക് സമയമുണ്ട്. ഞാൻ അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ഒന്ന് നടന്നു. ഞാൻ കൂടുതൽ നിങ്ങളോടല്ല സംസാരിക്കുന്നത്, എന്നോട് തന്നെയാണ്. ഇത് ഇവിടെ കുറേ ജഗ്ഗുകൾ, ഇതൊക്കെ സുവനീഴ്സായിട്ട് ആൾക്കാർ വാങ്ങുന്നുണ്ട്. അതിനകത്തൊന്നും ഉണ്ടോ? ഇനി നമുക്കും പോകാം. അടുത്ത വീഡിയോ വരെ.